ഇന്ന് നമുക്ക് ഒരു ഐബ്രോ ടെക്നിക്ക് കാണാം. ഇത് വന്നിട്ട് നമുക്ക് ബ്രൈഡ്സിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷ്, ഈ ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു സ്ലാൻഡിങ്ങും ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു മസ്കാര ബോണ്ട് പോലത്തെ ഒരു ഇത് വരുന്ന ബ്രഷാണ്. ഇത് പാക്കിൻ്റെ ഒരു ബ്രഷാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഐബ്രോസ് ഫില്ല് ചെയ്യാനും ഇത് വന്നിട്ട് നമുക്ക് ചീകി കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് ഐ ഷാഡോ എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ ഐബ്രോയിലേക്ക് പോകുന്നു. പകരം നമ്മുടെ കയ്യിൽ തന്നെ അതൊന്ന് നല്ലവണ്ണം നമുക്കൊന്ന് എല്ലായിടത്തും ഈവനാകുക വരത്തക്കൊണ്ട് നമുക്കൊന്ന് കയ്യിൽ ടാപ്പ് ചെയ്യും. അപ്പോൾ അതേ കണ്ടില്ലേ, എക്സസ് ആയിട്ടുള്ളതെല്ലാം കയ്യിൽ വന്നിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്കൊന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈൻസ് എല്ലായിടത്തും കൃത്യമായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം ഇതിനെ ഈ ഒരു പൊസിഷൻ, ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നമ്മുടെ ഐബ്രോസിലേക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഫില്ല് ചെയ്യുമ്പം അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫസ്റ്റ് ഹാഫ് നമ്മൾ വിട്ടേക്കുക. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പോകണ്ട, കാരണം അവിടെ എപ്പോഴും ഒരു വൈറ്റ് കളർ വരുന്നതായിരിക്കും ആ ഐബ്രോ വന്നിട്ട് യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്നത്. അത് കാരണം ഞാൻ മിഡിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് അതേ പ്രോഡക്റ്റ് തന്നെ ഒരിക്കൽ കൂടെ ഡാബ് ചെയ്യാം. അടുത്ത ഐബ്രോയിലേക്ക് പോകാം. എന്നിട്ട് ഈ സ്പൂളി എന്നാണ് ഇതിനെ പറയുന്നത്, അത് വെച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടിക്കഴിഞ്ഞു. എന്നാലും അതൊന്ന് മൂവ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു പോമേഡ് മീൻസ് ഇത് വന്നിട്ട് ബ്രൗൺ ഷാഡോ ആണ്. അതേ ബ്രൗൺ ഷാഡോ ഞാൻ ഈ ഒരു ഇതിൽ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. എടുത്തിട്ട് വളരെ ലൈറ്റ് ചെറിയ ഒരു ക്വാണ്ടിറ്റി മതി. അതെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ട, ഒരു മേക്കപ്പ് ഫിക്സർ അല്ല ഡ്യൂറാലൈൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ലിക്വിഡ് ആക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്ത ജെൽ ലൈനറാണ്, പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ലിക്വിഡ് ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഈസി ആയിരിക്കും. അത് ഒരു പ്ലേറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ എടുക്കാം. അത് വീണ്ടും ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അതായത് ഞാൻ ആ ഒരു ഡ്യൂറാ ലൈൻ കൊണ്ട് അതിനെ അങ്ങ് സീൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ എത്ര വേർത്താലും ഏത് തരത്തിലെ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു വെതർ കണ്ടീഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഈ അപ്ലൈ ചെയ്തേക്കുന്ന ഈ കളേഴ്സ് ഡ്രിപ്പ് ചെയ്ത് സെറ്റ് ചെയ്തോ വരില്ല. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിലേക്കോ ആ പ്ലേറ്റിലേക്കോ എക്സസ് ക്വാണ്ടിറ്റി മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് ഈ എൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു ചെറിയ കളർ കൊടുക്കാം. കണ്ടല്ലോ, വളരെ ഈസി അല്ലേ. അപ്പോൾ അത് അവിടെ അങ്ങ് ലോക്കായി. അത് കാരണം നമ്മൾ എന്ത് മേക്കപ്പ് അതിൻ്റെ പുറത്ത് സൈഡിലേക്ക് വന്നാലും എത്ര നമ്മൾ വേർത്താലും ഒന്നും അതിൽ നിന്ന് ഒരു ശകലം പോലെ ആ ഒരു ബ്ലാക്ക് നമ്മുടെ ഫേസിലേക്ക് വരില്ല. അപ്പോൾ ഇതാണ് ആ ടെക്നിക്ക്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റാർട്ടിങ് ഏരിയ വന്നിട്ട് ഇത്രയും ബ്ലാക്ക് ഷെയ്ഡോ ബ്രൗൺ ഷെയ്ഡോ വരാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം, എപ്പോഴും നമ്മുടെ കയ്യിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുമാതിരി ഒരു മേക്കപ്പ് പ്ലേറ്റിലോ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് ഡാബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എക്സസ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരും, അല്ലെങ്കിൽ ആ പ്ലേറ്റിലേക്ക് വരും. എന്നിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ ഐബ്രോ ഫിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബ്രൈഡ്സിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.